രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹൈക്കമാൻഡും കൈവിട്ടിരിക്കുകയാണ്. KPCCക്ക് തീരുമാനങ്ങൾ കൈവിട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അതായത് സംസ്ഥാന നേതൃത്വത്തിന് ഉചിതമായ തീരുമാനമെടുക്കാം, അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൈയൊഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ വിഷയത്തിൽ ഹൈക്കമാൻഡ് നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി. സ്ത്രീകളോട് ഇത്രയും മോശമായി ഒന്നോ രണ്ടോ പരാതിയല്ല, പല സ്ത്രീകൾ പലതരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുന്നു. AICCക്ക് അടക്കം പരാതി ലഭിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഹുലിനെ ഹൈക്കമാൻഡ് സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഉചിതമായ നടപടി, പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടി അത് സംസ്ഥാന തലത്തിൽ തന്നെ സ്വീകരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനവും. ഭൂരിപക്ഷ അഭിപ്രായം നോക്കുമ്പോൾ രാഹുലിന്റെ രാജി, MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെടാമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. രാഹുലിനെ പലതരത്തിൽ നേതാക്കൾ VD സതീശൻ എന്തായാലും രാഹുലിനെ ഈ ഘട്ടത്തിൽ വിളിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പകരം KPCC അധ്യക്ഷനും മറ്റു മുതിർന്ന നേതാക്കളും രാഹുലിനോട് അടുപ്പമുള്ള നേതാക്കളെ അടക്കം വിട്ട് സംസാരിപ്പിക്കുന്നുണ്ട്. രാജി മാത്രമാണ് മുന്നിലുള്ള പോംവഴി. അപ്പോൾ രാജിക്കായുള്ള സമ്മർദ്ദവും ചെലുത്തുകയാണ്. പാർട്ടി നടപടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്വയം രാജിവെച്ചൊഴിയാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. സ്വയം രാജിവെച്ച്, അതായത് ഞാൻ MLA സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിറങ്ങാനുള്ള ഒരു സമയപരിധി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. പാർട്ടി നടപടി എടുത്ത് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം രാജിവെച്ച് ഒഴിയുന്നതാണ് എന്നുള്ള സൂചനകളും നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ മുതൽ തുടങ്ങിയ കൂടിയാലോചനകളിൽ എല്ലാവരുടെയും നിലപാട്, ഭൂരിപക്ഷത്തിന്റെ, അതായത് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലരുടെ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും നിലപാട് രാഹുൽ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. അത് മാത്രമാകും കേരളത്തിന്റെ പൊതുമധ്യത്തിൽ പാർട്ടിയുടെ അന്തസ് ഉയർത്താനുള്ള നിലപാട് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. ആ നിലപാടിലേക്ക് KPCCയും നീങ്ങുകയാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന വാർത്ത.